ഏറ്റവും സാർത്ഥകമായൊരു സാംസ്കാരിക ജീവിതം പൂർത്തിയാക്കി എം കെ സാനുമാഷ് മടങ്ങുകയാണ്. എം കെ സാനുമാഷിന് കേരളം ആദരം നൽകുന്നു. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഒട്ടുമിക്ക എല്ലാ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും അങ്ങോട്ടേക്ക് എത്തി അദ്ദേഹത്തെ ഒരു നോക്ക് കാണുകയാണ്, ആദരമർപ്പിക്കുകയാണ്. 5 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ. അതിനു മുമ്പ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ നൂറുകണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ അവിടെ പൊതുദർശനം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ അങ്ങനെ കണ്ണിമുറിയാതെ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ആളുകൾ ഒരു നോക്ക് കാണുന്നുണ്ട്, അദ്ദേഹത്തോട് ആദരമർപ്പിക്കുന്നുണ്ട്. കെ ബാലകൃഷ്ണൻ കേരളത്തിലെ ഏറ്റവും മികച്ച പ്രസംഗകർ 3 പേരാണ് നേരിട്ടുണ്ട്. അതിലൊന്ന് ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു, ഒന്ന് സുകുമാർ അഴീക്കോടായിരുന്നു, 3 പ്രൊഫസർ എം കെ സാനു ആയിരുന്നു. അങ്ങനെ മൂന്നാമത്തെ പ്രാസംഗികനും കേരളത്തിൻ്റെ 3ാമത്തെ പ്രാസംഗികനും പടിയിറങ്ങി പോകുന്നു ആദരമർപ്പിക്കാൻ. നിതിൻ അംബുജൻ അവിടെ ചേരുന്നുണ്ട്. നിതിൻ ടൗൺ ഹാളിലാണ്. നിതിൻ, ഇനിയിപ്പോൾ അധിക സമയമില്ല, സമയം ഇപ്പോൾ 3 മണിയാകാൻ പോകുന്നുണ്ട്. 1-2 മണിക്കൂർ പൊതുദർശനം മാത്രമേ ബാക്കിയുള്ളൂ. എങ്ങനെയാണ് ആ പൊതുദർശനം നടക്കുന്നത്? സാനുമാഷ് അർഹിക്കുന്ന ഒരു യാത്രയപ്പ് തന്നെ നാട് നൽകുകയല്ലേ നിതിൻ? ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. സാനുമാഷിന് അർഹിക്കുന്ന നിലയിലൊരു യാത്രയപ്പ് നാട് നൽകുകയാണ്. മലയാള സാഹിത്യ ലോകത്തെ കാരണവർ ഇപ്പോൾ വിട നൽകാൻ ഒരുങ്ങുകയാണ് സാംസ്കാരിക കേരളം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, സംസ്ഥാന വിവിധ മന്ത്രിമാർ, അങ്ങനെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ സാനുമാഷിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഈ ടൗൺ ഹാളിലേക്ക് എത്തിയിരുന്നു. രാവിലെ 10 മണിക്കാണ് പൊതുദർശനം ആരംഭിച്ചത്. ഇപ്പോഴും പൊതുദർശനം തുടരുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ പൊതുദർശനം ആരംഭിച്ച സമയം മുതൽ തന്നെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഫ്ലവേഴ്സ് ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലനും ആദരമർപ്പിച്ചു. അങ്ങനെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ ഇപ്പോഴും ആദരാഞ്ജലി അർപ്പിക്കാൻ വന്നുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ടൗൺ ഹാളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 മണിയോടുകൂടി തന്നെ ഭൗതികദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. രവിപുരം ശ്മശാനത്തിലാണ് ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ 5 മണിക്ക് സംസ്കാര ചടങ്ങ് നടക്കുക. രാവിലെ 8 മണിയോടുകൂടി തന്നെ ഭൗതികദേഹം ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നീട് 1 മണിക്കൂർ നേരം വീട്ടിൽ കാരക്കാമുറിയിലെ വീട്ടിലായിരുന്നു പൊതുദർശനം. അതിനുശേഷമാണ് ടൗൺ ഹാളിലേക്ക് എത്തിയത്. എന്തായാലും ഇപ്പോൾ സാംസ്കാരിക ലോകത്ത് പ്രത്യേകിച്ചും വലിയ സംഭാവനകൾ നൽകിയ ഒരു എഴുത്തുകാരൻ, അങ്ങനെ ചിന്തകൻ, അങ്ങനെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മലയാള സാഹിത്യം ലോകം കണ്ട ഏറ്റവും മികച്ച സാഹിത്യ നിരൂപകരിൽ ഒരാളാണ് വിടവാങ്ങിയത്. വാർദ്ധക്യത്തിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു സാനുമാഷ്. അസാധാരണമായ ഉൾക്കാഴ്ചയോടുകൂടിയ ജീവിത ചരിത്ര രചനയിൽ അദ്ദേഹം പ്രാഗൽഭ്യം പുലർത്തിയ എഴുത്തുകാരനായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെ മലയാളികൾ ആഴത്തിൽ ഇറങ്ങുന്ന വിധത്തിൽ മികച്ച രചനകൾ നടത്താൻ എം കെ സാനുവിന് സാധിച്ചിട്ടുണ്ട്. ആ നിലയിലാണ് എം കെ സാനുവിനെ ഓരോരുത്തരും ഇപ്പോൾ ഓർക്കുന്നത്. എന്തായാലും പൊതുദർശനം അല്പസമയം കൂടി ഇവിടെ തുടരും. ഏതാണ്ട് 4 മണിയോടുകൂടി തന്നെയാകും ടൗൺ ഹാളിൽ നിന്ന് പൊതുദർശനം അവസാനിച്ച് പിന്നീട് രവിപുരത്തെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുക. അവിടെയാകും ഔദ്യോഗിക ബഹുമതികളോടുകൂടി ഈ സംസ്കാര ചടങ്ങ് നടക്കുക എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും എം കെ സാനുവിൻ്റെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സ്നേഹിക്കുന്ന ഓരോരുത്തരും ഇവിടേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, കൊച്ചിയിൽ പ്രത്യേകിച്ചും വലിയ ഒരു സൗഹൃദ വലയം എം കെ സാനുവിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ടൗൺ ഹാളിൽ പൊതുദർശനം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ നിരവധി പേരാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പൊതുദർശന ചടങ്ങ് അവസാനിക്കുമ്പോൾ നിരവധി പേർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടാതെ വി ഡി സതീശൻ, അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും അതോടൊപ്പം തന്നെ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രമുഖരും എത്തിയിരുന്നു. ഇന്നലെ വൈകിട്ട് 5:35 കൊച്ചി അമൃത ആശുപത്രിയിൽ എം കെ സാനുവിൻ്റെ അന്ത്യം സംഭവിച്ചത്. അതിനുശേഷം പിന്നീട് അമൃത ആശുപത്രിയിൽ തന്നെ പൊതുദർശനമുണ്ടായിരുന്നു. രാവിലെയും വീട്ടിൽ പൊതുദർശന ശേഷം ടൗൺ ഹാളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. നിലവിലിപ്പോൾ പൊതുദർശന ചടങ്ങ് ഇവിടെ പുരോഗമിക്കുകയാണ്. സാനുമാഷിന്റെ വീടിന്റെ പേര് സന്ധ്യ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു, സന്ധ്യയ്ക്ക് ഒരു കാലത്ത് പോലും വീട്ടിലുണ്ടാവാറില്ല. കാര്യം ഏറ്റവും അവസാന കാലത്ത് പോലും അദ്ദേഹം സ്വയം വിശ്രമിക്കാൻ അനുവദിക്കാതെ അങ്ങനെ സജീവമായി നിൽക്കായിരുന്നു സാനുമാഷ്.